ഏയ്, നടന്ന് ക്ഷീണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പ്രകൃതി ഒരുക്കിയ ഇതുപോലുള്ള ഊഞ്ഞാൽ കണ്ടാൽ ആർക്കാ ഒന്ന് ഇരിക്കാൻ വിശ്രമിക്കാൻ തോന്നാത്തത്? മനോഹരമായ ഫോട്ടോ ലൊക്കേഷൻ തോമസ് ശരിക്കും മുതലാക്കുന്നുണ്ട്. എന്നാൽ പോരാ, ഇനിയൊന്ന് ഇരുന്നിട്ടും വേണം എന്നാണ്. നല്ല ബോസിലെ ഈ തണുത്ത വെള്ളത്തിൽ കാൽ പതിക്കുമ്പോൾ തണുപ്പ് കുളിര് പാദത്തിൽ നിന്നും തലച്ചോറിലേക്ക് അരിച്ചു കയറുന്നു. എന്താ സുഖം! അനുഭവിച്ചാലേ അതറിയുള്ളൂ. പൂക്കൾ പരവതാനി തീർത്ത വീതികൾ, പുഴ കണ്ണീരൊലിപ്പിച്ച് ഇവിടെ മൗനിയായി കിടക്കുകയാണ്. വെള്ളത്തിലെ നോക്കൂ, ഇതുപോലുള്ള പാറക്കൂട്ടങ്ങളിങ്ങനെ കാണുമ്പോൾ പല ജീവികളുടെ ചിത്രം നമ്മളുടെ മനസ്സിൽ വരികയാണ്. നോക്കൂ, ഒരു ജീവിയുടെ ഒരു ഓന്ത് പോലുള്ള മുഖം നോക്കിയാൽ കാണാൻ തോന്നുന്നില്ലേ? നമ്മൾ ഒന്ന് കലാപരമായി ചിന്തിക്കുക കൂടി വേണം കേട്ടോ. നോക്കൂ, എന്ത് ഭംഗിയുണ്ട് ഈ ഒരു മരത്തുമ്പിന്. അത് ഇങ്ങനെ ചാരി ഇരിക്കുന്നത് പോലെയും കിടക്കുന്നത് പോലെയും ഒക്കെയാണ് നമുക്കത് ഭാവനയിൽ കാണാം. യോ, അതെന്താ അങ്ങനെ നോക്കുന്നത്? കണ്ണ് തുറിച്ച് നോക്കുന്നു. ഓ, ഒരു തിമിംഗലത്തിൻ്റെ, നീല തിമിംഗലത്തിൻ്റെ ആകൃതിയില്ലേ നോക്കിയേ. ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കിയേ. തലഭാഗം നോക്കൂ. ഓ, മനോഹരമാണ് കേട്ടോ. ആ വായ്ഭാഗം വെളുത്തൊരു ലൈൻ പോലെ കണ്ടോ? അതിനപ്പുറത്തും ഒരെണ്ണമുണ്ട്, മുഖാമുഖം നോക്കി നിൽക്കുന്ന തിമിംഗലങ്ങൾ. ഇതെല്ലാമാണ് പ്രകൃതി വരച്ച് കാട്ടുന്ന മനോഹരമായ നയനാനന്ദകരമായ കാഴ്ചകൾ കേട്ടോ. ഇതെല്ലാം ഇവിടെ തന്നെ കിട്ടും. നോക്കൂ, ആ തിമിംഗലത്തിൻ്റെ കണ്ണ്, അതുപോലെ ഒരു വെളുത്തൊരു ലൈൻ വരകൾ, അതിൻ്റെ വായ്ഭാഗം നമ്മളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കിയേ. അടിപൊളിയായിട്ടുണ്ട്. എനിക്കത് വല്ലാതെ മനസ്സിൽ തട്ടുന്നു. ഇവിടെയും കറുപ്പും പച്ചയും നീലയും ഒക്കെ നിറത്തിലുള്ള വെള്ളം. ഇതവിടെ പാറക്കൂട്ടങ്ങൾ നോക്കിയേ. ആ വെള്ളത്തിൻ്റെ പ്രതലത്തിൽ നോക്കൂ, അങ്ങേ അറ്റത്തുള്ള ഒരു ജീവിയുടെ ശരിക്കും വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുക എന്ന് പറയാൻ വയ്യ. കല്ലുകൾ സൃഷ്ടിച്ചിട്ടുള്ള കലാഭാവങ്ങൾ, പക്ഷിക്കൂട്ടങ്ങൾ. ഈ പക്ഷിക്കൂട്ടങ്ങൾ ആണ് കേട്ടോ ഈ കാഴ്ചകൾക്ക് ജീവൻ നൽകുന്നത്. അവയെ കാണുമ്പോഴാണ് ഇവിടെ ജീവനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ആ പദം തെറ്റാണ്, കാരണം ഇതെല്ലാം ജീവികളാണല്ലോ, സസ്യലതാദികൾ. അവയുടെ ഒരു കൂട്ടം, ജൈവ കലമുറ, ഇതെല്ലാം ജീവികൾ തന്നെയാണ്, ജീവിതം തന്നെയാണ്. മനോഹരമാക്കിയിരുന്നു ജലത്തിലെ നിറം കൊടുത്തിട്ടുള്ള കാഴ്ചകൾ. ഇവിടെ നോക്കൂ, ആ കല്ലിൻ്റെ ആകൃതി, തലഭാഗം വേർതിരിഞ്ഞ് നമുക്ക് വ്യക്തമായിട്ട് കാണാലോ. കേട്ടോ, കണ്ണും കണ്ടൂടെ? ഒന്ന് ഭാവനയിൽ കാണും. ശരിക്കും ഒരു ആമയുടെ തലഭാഗമുണ്ട്. തല, അതുപോലെ കാല്, രണ്ട് വശത്തേക്കും കാലുകൾ നീട്ടി വെച്ച് ഇരിക്കുന്ന ഒരു ആമ. ഇവിടെയും നോക്കൂ, പാറക്കൂട്ടങ്ങൾക്ക് ആകൃതി കൊടുത്താലുണ്ടാകുന്ന
മനോഹരമായ കാഴ്ചകൾ. ഓ, എന്താണ് ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് അപകടമാണോ? ഒരു ചുവന്ന കൊടിയെല്ലാം നാട്ടിയിട്ടുണ്ടല്ലോ. ഏതായാലും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പോകാട്ടോ. ഇതാ അതാ വെള്ളത്തിൽ ഓളങ്ങൾ കവിത സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഓളങ്ങളുടെ തിരകളുടെ അടക്കാനാവാത്ത ചലനം. അയ്യോ അയ്യോ അയ്യോ, കാട്ടുപോത്ത് കാട്ടുപോത്ത്. ഓ, പേടിക്കേണ്ട, കാട്ടുപോത്തിൻ്റെ കഴുത്തിൽ ആരെങ്കിലും കയർ കിട്ടുമോ? അപ്പോൾ ഇത് കാട്ടുപോത്തല്ല കേട്ടോ, നമ്മളെ നാട്ടുപോത്താണ്. വളർത്തുന്ന രണ്ടെണ്ണമുണ്ട്. എന്തായാലും കയറ് കെട്ടിയിട്ട് ഇങ്ങനെ നീരാടുകയാണ് ജലാശയത്തിൽ.